നമസ്കാരം. നമ്മുടെ ബാംഗ്ലൂർ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ അഭിമാനകരവും സന്തോഷവും നിറഞ്ഞ ഒരു ചരിത്ര നിമിഷമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ വിശ്വദർശനങ്ങൾ കർണാടകയിലും പ്രത്യേകിച്ച് ബാംഗ്ലൂരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2001 നമ്മുടെ യൂണിയൻ രൂപീകൃതമായത്. ഒട്ടനവധി പ്രതിസന്ധികളെ അതിജീവിച്ച് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൻ്റെ നിസ്തുലമായ പ്രയാണം പൂർത്തിയാക്കി ഇന്ന് നമ്മുടെ ബാംഗ്ലൂർ യൂണിയൻ 25 വർഷങ്ങളുടെ സിൽവർ ജൂബിലി നിറവിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് 30-ൽ പരം ശാഖകൾ യൂണിയന്റെ കീഴിൽ അണിനിരക്കുന്നു എന്നത് നമ്മുടെ വലിയൊരു അടയാളമാണ്. എല്ലാ ശാഖകളിലും മാസം തോറുമുള്ള ചതയപൂജകളും ഭവനങ്ങളിലെ കുടുംബ പ്രാർത്ഥനകളും ഗുരുദേവ ജയന്തി ആഘോഷങ്ങളും ഭക്തിപൂർവം നടക്കുന്നു. അതോടൊപ്പം ഉപവാസ പ്രാർത്ഥനകളോടെ ഗുരുസമാധി ദിനവും നമ്മൾ ആചരിക്കുന്നു. നമ്മുടെ ശാഖകൾ നടത്തുന്ന കുടുംബ സംഗമങ്ങളും ദേശീയ പ്രാദേശിക ഉത്സവങ്ങളും കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു. ബാംഗ്ലൂർ യൂണിയന്റെയും അതിൻ്റെ വിവിധ ശാഖകളുടെയും മാതൃകാപരമായ അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനം അംഗങ്ങൾ നേരിടുന്ന ഏതൊരു പ്രതിസന്ധിയെയും ഒത്തൊരുമയോടെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നു. ഒപ്പം നിരന്തരമായ പ്രാർത്ഥനാ യോഗങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും സാംസ്കാരിക കൂട്ടായ്മകളിലൂടെയും ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം സമാധാനപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും വ്യക്തിത്വ വികസനം സാധ്യമാക്കാനും ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ട്. യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരുന്ന വർണ്ണശമ്പളമായ ഗുരുജയന്തി ആഘോഷങ്ങൾ ബംഗളൂരുവിലെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ്. ജയന്തി ഘോഷയാത്രയും സമ്മേളനങ്ങളും കലാപരിപാടികളും ഇതിൻ്റെ മാറ്റുകൂട്ടുന്നു. പ്രത്യേകിച്ച് 2023 നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെയും മറ്റ് യോഗം നേതാക്കളുടെയും മന്ത്രിമാരുടെയും മഹനീയ സാന്നിധ്യത്തിൽ നടന്ന ഗുരുജയന്തി ആഘോഷത്തിൽ 3000-ലധികം ഗുരുഭക്തരാണ് തമ്മനഹള്ളിയിൽ ഒത്തുചേർന്നത്. അത് നമ്മുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. ഗുരുദേവ ദർശനങ്ങളെ നെഞ്ചിലേറ്റിയ കർണാടക സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗവൺമെൻറ് തലത്തിൽ തന്നെ ഔദ്യോഗികമായി ഗുരുജയന്തി ആഘോഷിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ച് ഏറെ പുണ്യകരമാണ്. ബംഗളൂരുവിൻ്റെ ഹൃദയഭാഗമായ കണ്ടീരവ സ്റ്റേഡിയം മുതൽ ടൗൺ ഹാൾ വരെയുള്ള ഘോഷയാത്രയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന മഹാസമ്മേളനം എന്നിവയിൽ ആര്യ എടിക സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇതര സംഘടനകൾക്കൊപ്പം നമ്മുടെ ബാംഗ്ലൂർ യൂണിയനും സജീവമായി പങ്കുചേരുന്നു. മഞ്ഞ വസ്ത്രം ധരിച്ച് അത്യന്തം അച്ചടക്കത്തോടെയുള്ള നമ്മുടെ പങ്കാളിത്തം സംഘാടകരുടെയും മാധ്യമങ്ങളുടെയും പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റാറുണ്ട്. ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ കർണാടക സർക്കാർ നടത്തുന്ന ഇത്തരം വലിയ മുന്നേറ്റങ്ങളിൽ നാം ഭാഗമാകുന്നത് ഏറെ അനുഗ്രഹീതമായി കരുതുന്നു. കർണാടക സർക്കാരിൽ നിന്നും ലഭ്യമായ തമ്മനഹള്ളിയിലെ 5 ഏക്കർ ഭൂമിയിൽ 2018 നാം മനോഹരമായ ഒരു ഗുരുമന്ദിരം നിർമ്മിച്ചു. ഇന്ന് അവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഗുരുപൂജകളും ആറ്റുകാൽ പൊങ്കാലയും മംഗളകർമ്മങ്ങളും നടന്നു വരുന്നു. കൂടാതെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഗുരുസൂക്തം അന്വർത്ഥമാക്കി 2020 മുതൽ നമ്മളിവിടെ ഓഷ്യൻ എലിമെൻ്ററി സ്കൂൾ മികച്ച രീതിയിൽ നടത്തിവരുന്നു. ശിവഗിരി മഠത്തിൻ്റെ മാതൃകയിൽ ഒരു ഗുരുമന്ദിരവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കളിസ്ഥലങ്ങളും ഇവിടെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ വികസന ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് വിദ്യാരണ്യപുരം MS പാളയിലെ വിശാലമായ ഓഡിറ്റോറിയവും ഗുരുദേവന്റെ പൂർണ്ണകായ പ്രതിമയുമുള്ള 3 നിലയുള്ള കെട്ടിടം. ഇതിനു പുറമെ മിക്ക ശാഖകൾക്കും സ്വന്തമായും വാടകയ്ക്കും പ്രാർത്ഥനാ ഹാളുകൾ ഉണ്ടെന്നതും കമ്മനഹള്ളി ശാഖ സ്വന്തമായി നിർമ്മിച്ച കെട്ടിടവും ഗുരുമന്ദിരവുമെല്ലാം നമ്മുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലങ്ങളാണ്. പുതിയതായി വന്ന നിലമംഗല ശാഖ സ്വന്തമായി സ്ഥലം വാങ്ങി ഗുരുമന്ദിര നിർമ്മാണം ആരംഭിച്ചതും ഏറെ ആവേശകരമാണ്. ഈ സിൽവർ ജൂബിലി വേളയിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി യൂണിയനെ നയിച്ച മുൻകാല നിലവിലെ ഭാരവാഹികളെയും ശാഖാപ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു.
SNDP യോഗത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രദ്ധേയവും പ്രശസ്തവുമായ യൂണിയനുകളിൽ ഒന്നായി നമ്മുടെ ബാംഗ്ലൂർ യൂണിയനെ മാറ്റാൻ നമുക്ക് ഒന്നിച്ചു മുന്നേറാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സിൽവർ ജൂബിലി ആശംസകൾ. നന്ദി, നമസ്കാരം.